പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത വരുന്നു. കോന്നിയിൽ യുവാവിന് കുത്തേറ്റു. ഞള്ളൂർ സ്വദേശി സജുവിനാണ് കുത്തേറ്റത്. സാമ്പത്തിക തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് നിഗമനം. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട്. പ്രവീൺ, സജുവിനെതിരെ ആക്രമണം നടത്തിയ പ്രതിയെ പറ്റി എന്തെങ്കിലും സൂചനകളുണ്ടോ? സജുവിന്റെ ആ ഒരു ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? എന്തെല്ലാം വിശദാംശങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്? രാത്രി 10 മണിയോടുകൂടിയാണ് പത്തനംതിട്ട കോന്നി ഞള്ളൂരിൽ 46-കാരന് കുത്തേറ്റത്. സജു എന്ന ആൾക്കാണ് കുത്തേറ്റത്. അവിടെ ഒരു വീടിന് സമീപം റോഡരികിൽ നിന്നാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത്. തർക്കത്തിനെ തുടർന്ന് കത്തിയെടുത്ത് സജുവിനെ കുത്തുകയായിരുന്നു. സജുവിനെ നെഞ്ചിലും ഒപ്പം തന്നെ പുറത്തും കുത്ത് ഏറ്റിട്ടുണ്ട്. 3-ലധികം കുത്തുകൾ ഏറ്റിട്ടുണ്ട് എന്നാണ് കോന്നി പോലീസ് അറിയിക്കുന്നത്. ഉടൻ തന്നെ ഈ സജുവിനെ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അതിനുശേഷം ഈ കുത്തിയ ആൾ പയ്യനാമൺ സ്വദേശിയാണെന്നുള്ള പ്രാഥമിക വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഈ കുത്തിയ ആൾ അവിടെ നിന്നും ബൈക്കിൽ കടന്നു കളയുകയായിരുന്നു. ബൈക്കിൽ ഇയാൾ പോകുന്ന വഴി എതിർവശത്തു നിന്ന് വന്ന ഓട്ടോറിക്ഷയുമായി ഈ ബൈക്ക് കൂട്ടിയിടിച്ചു. അങ്ങനെ ഒരു അപകടം സംഭവിച്ചു. അങ്ങനെ പരിക്കേറ്റ് കിടന്ന കുത്തിയ ആ പ്രതിയെ നാട്ടുകാർ ഓടിയെത്തുകയും ഈ ഇടിച്ച അല്ലെങ്കിൽ അപകടത്തിനിടയാക്കിയ ഓട്ടോറിക്ഷയിൽ തന്നെ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ അവിടെ നിന്നും ഈ കുത്തിയ ആളെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ നിന്നും പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബെന്നി എന്ന ആളാണ് കുത്തിയതെന്നാണ് കോന്നി പോലീസ് അറിയിക്കുന്നത്. ഇയാൾക്കും 46 വയസ്സാണ്. ഈ കുത്തേറ്റ സജുവും കുത്തിയ ബെന്നിയും ഗൾഫിൽ ജോലിക്കാരാണ്. അവർ അടുത്തിടെയാണ് നാട്ടിൽ വന്നത്. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് ബെന്നി കത്തിയെടുത്ത് സജുവിനെ കുത്തുന്നതിന് ഇടയാക്കിയത്. സജുവിന്റെ ആരോഗ്യനില അല്പം ഗുരുതരമാണ് എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഏതായാലും ബെന്നി ഇപ്പോൾ നിരീക്ഷണത്തിൽ തന്നെയാണ്. ബെന്നി ഇപ്പോൾ പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി.